സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും രണ്ട് ഉത്സവങ്ങളാണ് നടക്കാറുള്ളത്. അതിലൊന്ന് മണ്ഡലവിളക്ക് മഹോത്സവം, മറ്റൊന്ന് മകരവിളക്ക് മഹോത്സവം. എന്താണ് ഈ മണ്ഡലവിളക്ക് മഹോത്സവവും മകരവിളക്ക് മഹോത്സവവും തമ്മിലുള്ള വ്യത്യാസം? പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഈ പത്രത്തിലൊക്കെ കാണും, ഈ ശബരിമല തീർത്ഥാടന കാലത്ത്, അതായത് ശബരിമലയിലേക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള ആഭരണങ്ങളുമായിട്ട് ഉള്ള ഘോഷയാത്ര, ശ്രീകൃഷ്ണ പരുന്ത് പറക്കുന്ന ചിത്രം, ഇതൊക്കെ കാണും. അപ്പോൾ കണ്ട് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് വീണ്ടും കാണും. അപ്പോൾ ഒരു സംശയം ഉണ്ടാകാറുണ്ട്, ഇതെന്താ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പാണല്ലോ പോയത്, ഇപ്പൊ വീണ്ടും പോകുന്നത് എന്താണെന്നുള്ളത് സംശയം ഉണ്ടാകാറുണ്ട്. പലർക്കും ഉണ്ടാകാറുണ്ട്, എനിക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ രണ്ടും വ്യത്യസ്തമാണ്. ഒന്ന് മണ്ഡലവിളക്ക് ഉത്സവമാണ്, മറ്റത് മകരവിളക്ക് ഉത്സവമാണ്. ഇപ്പോ വരാൻ പോകുന്നത് മണ്ഡലവിളക്ക് മഹോത്സവമാണ്. ഈ ബുധനാഴ്ചയാണ് ശരിക്കും മണ്ഡലവിളക്ക് മഹോത്സവം. അതായത് ഡിസംബർ 27-ാം തീയതിയാണ് വരിക. അത് എന്താണ് മണ്ഡലവിളക്ക് മഹോത്സവം? അതായത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മണ്ഡലകാലമാണ്. ഈ മണ്ഡലകാലം തുടങ്ങുന്നത് വൃശ്ചികം 1-ാം തീയതിയാണ്. വൃശ്ചികം 1-ാം തീയതി തുടങ്ങിയ മണ്ഡലകാലം 41 ദിവസം പൂർത്തിയാകുന്ന സമയത്ത് നടത്തുന്ന ഉത്സവമാണ് മണ്ഡലവിളക്ക് മഹോത്സവം എന്ന്. കാരണം ശബരിമല തീർത്ഥാടനത്തിന് വ്രതത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 41 ദിനമാണല്ലോ. അപ്പോൾ ആ 41 ദിനം, ആദ്യ 41 ദിനം പൂർത്തിയാകുന്ന സമയത്ത് നടക്കുന്ന ഉത്സവമാണ് മണ്ഡലവിളക്ക് മഹോത്സവം. ശ്രീ മഹാവിഷ്ണുവിൻ്റെയും ശ്രീ പരമേശ്വരൻ്റെയും ചൈതന്യത്താൽ അവതരിച്ച പന്തളം രാജകുമാരനായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ മാനവജന്മത്തിലുള്ള കർത്തവ്യങ്ങളുടെ പൂർത്തീകരണത്തിന് ശേഷം അദ്ദേഹം തൻ്റെ ലൗകിക ജീവിതം ത്യജിച്ച് ശ്രീധർമ്മശാസ്താവിൽ വിലയം പ്രാപിക്കുകയാണ്. അങ്ങനെ ആ ശ്രീധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ചതാണ് നമ്മുടെ ശബരിമലയിലുള്ള ക്ഷേത്രം എന്ന് പറയുന്നത്. ശ്രീധർമ്മശാസ്താവിന്റെ വിഗ്രഹമാണ് അതിൽ അയ്യപ്പസ്വാമി വിലയം പ്രാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ആരാധനയുമായിട്ട് 41 ദിനം ഭക്തജനങ്ങൾ വ്രതമെടുത്ത് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച് ആ രീതിയിൽ ജീവിച്ച് അവിടെ ശബരിമലയിൽ ദർശനമൊക്കെ നടത്തിയിട്ടുള്ള ആ 41 ദിനത്തിന്റെ പൂർത്തീകരണമാണ് ശരിക്കും മണ്ഡല വിളക്ക് മഹോത്സവം എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രകൃതി സംരക്ഷണാർത്ഥം പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, 18 മലകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ശ്രീധർമ്മശാസ്താവിന്റെ വിഗ്രഹം, ശബരിമലയിൽ ശ്രീധർമ്മശാസ്താ വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ അമ്പലത്തിലുള്ള 41 ദിന പൂർത്തീകരണ മണ്ഡല കാലഘട്ടം ഈ വരുന്ന ധനുമാസം 11-ാം തീയതി ആ മണ്ഡല വിളക്ക് ഉത്സവമായിട്ട് അവിടെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം 18 മലനിരകളാണ് സംരക്ഷിക്കുന്നത്. ശരിക്കും എന്താണ്, കേരളത്തിന്റെ പ്രകൃതിയെ തന്നെ, കേരളത്തിന്റെ കാലാവസ്ഥയെ തന്നെ നിശ്ചയിക്കുന്ന രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശ്രീ പരശുരാമനാൽ കൃതമായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇത് അയ്യപ്പസ്വാമിയുടെ അവിടെ മാത്രം നടക്കുന്ന ഉത്സവമാണ് മണ്ഡലവിളക്ക് മഹോത്സവം. ശബരിമലയിൽ മാത്രം നടക്കുന്ന ഉത്സവമാണ് മണ്ഡലവിളക്ക് മഹോത്സവം. അതുമായി മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മണ്ഡലവിളക്ക് മഹോത്സവം. മകരവിളക്ക് മഹോത്സവം അങ്ങനെയല്ല, അത് പിന്നീട് പറയാം. ഇത് 41 ദിന വ്രതദിന പൂർത്തീകരണമാണ് മണ്ഡലവിളക്ക് മഹോത്സവം. ഇവിടെ അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്നത് തിരുവാഭരണമല്ല, മറിച്ച് അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്ന അവിടെ എന്താണ്, തിരുവിതാംകൂറിലെ രാജാവ്, മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ, അദ്ദേഹം ചിത്തിരനാൾ ബാലരാമവർമ്മ, അദ്ദേഹം 1973 420 പവൻ തൂക്കമുള്ള ആഭരണം സമർപ്പിക്കുകയാണ്. ആ ആഭരണമാണ് തങ്കാങ്കി എന്നാണ് അതിന് പറയുന്നത്. തങ്കാങ്കി ഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കുന്നുള്ളത്. അപ്പോൾ ആ തങ്കാങ്കി തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയുടെ ആ കുലത്തിലുള്ള രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കുന്നത്. അതാണ് ഈ തങ്കാങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് നമുക്ക് ശബരിമല തീർത്ഥാടന കാലത്ത് ആദ്യം കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീടാണ് നമുക്ക് മകരവിളക്കിന്റെ സമയത്താണ് തിരുവാഭരണ ഘോഷയാത്ര നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ തങ്കാങ്കി നമുക്കറിയാം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ തങ്കാങ്കി ഘോഷയാത്ര ആരംഭിക്കുന്നത്. അവിടെ ഇതേപോലെ തന്നെയാണ് ഈ തങ്കാങ്കി ഘോഷയാത്രയിൽ മനുഷ്യ കരസ്പർശം ഏൽക്കുന്ന മാത്രയിൽ തന്നെ ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് പ്രത്യക്ഷപ്പെടുകയും ആ ശ്രീകൃഷ്ണ പരുന്ത് ഇതിനെ തങ്കാങ്കിയെ
എന്താണ് വലയം പ്രാപിച്ചുകൊണ്ട് അവിടെ ശബരിമല വരെ ഇതിനെ അനുഗമിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള ഈ ഘോഷയാത്ര ഒരു പ്രത്യേക രഥത്തിലാണ്, അതായത് 18-ാം പടിയും കൊടിമരവും ശ്രീകോവിലും ഒക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ശബരിമല ക്ഷേത്രത്തിന്റെ അതേ ആകൃതിയിൽ ഉണ്ടാക്കിയ ഒരു രഥത്തിലാണ് ഈ തങ്കഅങ്കി ഘോഷയാത്ര പോകുന്നത്. തങ്കഅങ്കി അവിടെ ശബരിമലയിൽ എത്തിയിട്ട് അവിടെ അയ്യപ്പസ്വാമിക്ക് ചാർത്തിയതിന് ശേഷം ദീപാരാധന നടക്കും. അത് ചൊവ്വാഴ്ചയാണ് നടക്കുക, നാളെയാണ് നടക്കുക, ചൊവ്വാഴ്ചയാണ് ദീപാരാധന നടക്കുക. അപ്പോഴാണ് എന്താണ് തങ്കഅങ്കി ചാർത്തിയിട്ടുള്ള ആദ്യ ദീപാരാധനയാണത്. ശരിക്കും മണ്ഡല പൂജ വരുന്നത് മറ്റന്നാളാണ്. അപ്പോൾ ഇത് തങ്കഅങ്കി ചാർത്തുന്നത് നാളെ തന്നെയാണ്. നാളെ ദീപാരാധനക്ക് ദർശനത്തിൽ തങ്കഅങ്കി കാണാൻ വേണ്ടി സാധിക്കും. മറ്റന്നാൾ ബുധനാഴ്ചയാണ് മണ്ഡല പൂജ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ ഈ മണ്ഡല പൂജ ഉത്സവം ശബരിമലയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഉത്സവമാണ്, ശബരിമലയുടെ ഉത്സവം തന്നെയാണ്. അപ്പൊ ഈ മണ്ഡല പൂജയോട് കൂടിയിട്ട് ഈ വ്രതാനുഷ്ഠാനത്തിന്റെ ആദ്യ കാലം അവിടെ സമാപിക്കുകയാണ്. പിന്നീട് 30-ാം തീയതിയാണ് വരുന്ന ഡിസംബർ 30-ാം തീയതിയാണ് വീണ്ടും മകരവിളക്ക് കാലഘട്ടത്തിന് വേണ്ടി, മകരവിളക്ക് തീർത്ഥാടന കാലഘട്ടത്തിന് വേണ്ടി വീണ്ടും ശബരിമലയിൽ നട തുറക്കുന്നത്. അപ്പൊ 30-ന് നട തുറന്നാൽ പിന്നെ എന്താണ് മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിക്കുകയാണ്. ഇപ്പൊ മണ്ഡലവിളക്ക് തീർത്ഥാടന കാലമാണുള്ളത്. അങ്ങനെ ഈ തീർത്ഥാടന കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും 2 തരത്തിലാണ്. ഒന്ന് മണ്ഡലവിളക്ക് കാലഘട്ടമാണ്, അതിനുശേഷം മകരവിളക്ക് കാലഘട്ടമാണ്. അപ്പോൾ മണ്ഡലവിളക്ക് വരികയാണ്. മണ്ഡലവിളക്കിനായിട്ട് അവിടുന്ന് ശബരിമല, നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ കേട്ടു, ശബരിമലയിൽ എന്താണ് ഭക്തജനങ്ങളുടെ തിരക്ക് ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്, വലിയ ക്യൂ ഒക്കെയാണ് ഉള്ളതെന്നൊക്കെ കേട്ടു. അപ്പോൾ അവിടത്തേക്ക് പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ അയ്യപ്പസ്വാമിമാർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഗമമായ ദർശനം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ശ്രീധർമ്മശാസ്താവിൽ വിശ്വസിക്കുന്ന, അയ്യപ്പസ്വാമിയിൽ വിശ്വസിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹങ്ങളും കൃപാ കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും നന്ദി, നമസ്തേ.